ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇന്ന് രാവിലെ ഇന്ന് ഉച്ചവരെ കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വളർന്നു വരുന്നുണ്ടോ നോക്കി നിൽക്കുകയായിരുന്നു CPM. അതിനുശേഷം മറ്റു വഴികളില്ലാതെ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞു. അത് താങ്കൾ മറുപടി പറഞ്ഞോളൂ. ഒപ്പം ശ്രീ VK സനോജ്, ഉറപ്പായും നമ്മൾ തൃക്കാക്കരയിൽ ഇവിടെ അഡ്വക്കേറ്റ് KS അരുൺകുമാറിൻ്റെ ഇവിടെ ചുവരെഴുത്തുകൾ മായ്ക്കുന്നതും പകരം ഒരു സ്ഥാനാർത്ഥി വരുന്നതും അത് രാഷ്ട്രീയ പോരാട്ടം അല്ലാതായി മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. നിലമ്പൂരിൽ അത് സംഭവിക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ താങ്കൾ തന്നെ നിലമ്പൂരിൽ ഊടുപാട് അവിടെ CPM പ്രവർത്തകർ തെരുവിലുണ്ട്, വലിയ ആവേശത്തിലാണ്. ആ ആവേശം നിലമ്പൂരിനെ സീറ്റ് നിലനിർത്താൻ പോകുന്ന കരുത്താക്കി മാറ്റാൻ കഴിയുമെന്ന കോൺഫിഡൻസ് CPM-നുണ്ടോ ശ്രീ VK സനോജ്? തീർച്ചയായിട്ടും എം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിലമ്പൂരിലെ ജനങ്ങൾ എങ്ങനെയാണ് ഏറ്റെടുത്തത് എന്ന് ഹാഷ്മിയുടെ ആളുകൾ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ അറിയാൻ വേണ്ടി കഴിയും. ഇന്ന് നിലമ്പൂരിൽ ഗ്രാമാന്തരങ്ങളിൽ എത്രയെത്ര ആവേശകരമായ പ്രകടനങ്ങളാണ് നടന്നത്. അപ്പോൾ നിലമ്പൂരിലെ ജനത ഒറ്റക്കെട്ടായി കക്ഷിരാഷ്ട്രീയതീതമായി സഖാവ് സ്വരാജിനെ ഏറ്റെടുത്തതിൻ്റെ വെപ്രാളത്തിലാണ് UDF-ൻ്റെ ക്യാമ്പ് ആകെയുള്ളത്. അപ്പോൾ UDF-ൻ്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കിയേ. UDF കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിനെ UDF ആരെ കൂട്ടിയിട്ട് നേരിടാനാണ് ഉദ്ദേശിച്ചത്? അൻവറിനെ കൂട്ടി നേരിടാനാണ്. അൻവറിൻ്റെ ബലത്തിലായിരുന്നു UDF-ൻ്റെ ആദ്യകാല വർത്തമാനങ്ങളെല്ലാം. പക്ഷേ അൻവർ ഈ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ആദ്യം വെടിപൊട്ടിച്ചു. അപ്പം തന്നെ UDF ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം സമ്മതിച്ചിരിക്കുന്നു. അവർക്കിപ്പോൾ ചാനൽ ചർച്ചയിൽ അത് സമ്മതിക്കാൻ കഴിയില്ലല്ലോ. അപ്പം എന്താ പറഞ്ഞത്? ഈ സ്ഥാനാർത്ഥി ഒന്നിനും കൊള്ളാത്ത സ്ഥാനാർത്ഥിയാണ്. ആരാ പറയുന്നത്? അൻവർ എന്ന് പറഞ്ഞാൽ അൻവറിൻ്റെ ബലത്തിലാണ് ഈ ഈ തെരഞ്ഞെടുപ്പിനെ തന്നെ ഇവർ നേരിടാൻ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് അൻവറിനെ ചാടാനും കഴിയുന്നില്ല. അൻവറാണെങ്കിൽ ഇവർ പറഞ്ഞ വഴിയിലേക്ക് വരുന്നുമില്ല. അൻവർ പറഞ്ഞു ഇവിടെ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി ജോയിയാണ്, ഇവിടെ മലയോര ആളുകളുടെ മനസ്സറിയ സ്ഥാനാർത്ഥി ജോയിയാണ്. മാത്രമല്ല ഈ ആര്യാടൻ ഷൗക്കത്തിന് സിനിമ പിടിക്കാനേ അറിയൂ, അയാൾ സിനിമ പിടിക്കേണ്ട ആളാണ്, അയാൾക്കൊന്നും രാഷ്ട്രീയത്തിൽ ഒരു കാര്യവുമില്ല, അയാളെക്കുറിച്ച് എന്നെക്കൊണ്ട് പലതും പറയിപ്പിക്കരുത്, അത് പറയാൻ ഇടയാക്കരുത് എന്ന ഭീഷണിയും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഇവരുടെ പാളയത്തിൽ ഇന്നുള്ള ഒരാൾ ഇത്ര വലിയ ആക്ഷേപം ഉന്നയിച്ചിട്ട് എന്ന് പറയാനുള്ള ധൈര്യം പോലും ഇവർക്കില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറയുന്നത് അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ ഇപ്പോഴും കയ്യാലപ്പുറത്ത് അവരുടെ പാളയത്തിലുള്ള ആളാണെങ്കിൽ അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടറി ചർച്ച നടത്തി എന്നൊരാൾ പറയുമോ? പാളയത്തിലല്ലെങ്കിൽ അവരുടെ പാളയത്തിലല്ലെങ്കിൽ എന്തുകൊണ്ട് അൻവറിൻ്റെ വോട്ട് വേണ്ട, അൻവറിനെ തള്ളിപ്പറയുന്നില്ല? ഇവർ ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ആദ്യ സെക്കൻഡിൽ തന്നെ വെടിവെട്ടിച്ച ഒരാളെ ഒരു വാക്കുകൊണ്ട് അകറ്റി നിർത്താൻ വേണ്ടി ഇവർ ശ്രമിച്ചോ? എന്താ പറഞ്ഞത്? എന്തെങ്കിലും പരസ്യമായിട്ടൊരു നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞോ? ഇപ്പോഴും ഇവരാളെ വിടുകയാണ്. കുഞ്ഞാലിക്കുട്ടിയെ വിടുന്നു, മറ്റുള്ള ആളുകളെ വിടുന്നു, മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി ആളെ വിടുന്നു. അങ്ങോട്ട് പോകല്ല, എങ്ങനെയെങ്കിലും നമുക്ക് സെറ്റിൽ ചെയ്യാം, എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിപ്പിച്ച് നിൽക്കല്ലേ ഇപ്പുറോ. അതൊരു ഗതികേട് തന്നെയാണ്, അത് വല്ലാത്ത ഗതികേടാണത്. അതുകൊണ്ട് അതൊന്നും കാണിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കണ്ട. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എം സ്വരാജിൻ്റെ നിലപാടിനെക്കുറിച്ച്, എം സ്വരാജ് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനത്തെക്കുറിച്ചൊക്കെ ചില സംശയങ്ങൾ രാജു പി നായർ വളരെ ഭംഗ്യന്തരേണ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം എന്തോ അവിടെ പോയില്ല, ഇവിടെ പോയില്ല, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ രാഷ്ട്രീയ നിലപാടാണുള്ളത്. പിന്നെ വന്യജീവി പ്രശ്നത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്വീകരിക്കുന്ന നിലപാടുണ്ട്, അദ്ദേഹത്തിൻ്റെ മുന്നണി സംവിധാനം സ്വീകരിക്കുന്ന നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമത്തിൻ്റെ അപര്യാപ്തത സംബന്ധിച്ചാണ്. ആ അപര്യാപ്തത, ആ പ്രശ്നങ്ങൾ പരിഹരിക്കണം, അത് മറികടക്കണം എന്നാണ് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതൊന്നും ആർക്കും അറിയാത്ത കാര്യമില്ല. അതുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ് ഈ വന്യജീവികളെല്ലാം കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നത് എന്ന നിലയിലേക്കുള്ള അവതരണം ഒട്ടും രാഷ്ട്രീയമായി അന്തസ്സുള്ള കാര്യമല്ല. ഇവരുടെ ഭരണം നടത്തുന്ന കർണാടകയിൽ പ്രശ്നങ്ങളുണ്ട്, വന്യജീവി ഇറങ്ങുന്നുണ്ട്, ആളുകളെ കൊല്ലുന്നുണ്ട്. അതിനെല്ലാം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലേക്കാൾ കൂടുതലാണെന്ന് പറയാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് അവിടെയുള്ള ഗവൺമെൻറ് മാത്രം പ്രശ്നം കൊണ്ടാണോ എന്ന് പറയാൻ കഴിയില്ല. ഇതെല്ലാം ഒരു കേന്ദ്ര നിയമത്തെ കൂടി അടിസ്ഥാനപ്പെടുത്തി പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ എം സ്വരാജിനും തർക്കമില്ല. ഈ നിയമത്തെക്കുറിച്ച് അറിയുന്ന ഒരാൾക്കും തർക്കമുണ്ടാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് ആ പ്രശ്നമെല്ലാം മുൻനിർത്തിയിട്ട് എം സ്വരാജ് അവിടെ പോയിരുന്നോ, ഇവിടെ പോയിരുന്നോ, പുലിയെ പിടിക്കാൻ പോയിരുന്നോ, പുലി കാടിറങ്ങിയപ്പോൾ പുലിയുടെ പിന്നാലെ ഓടിയിരുന്നോ എന്നൊക്കെ പറയുന്നതൊന്നും ഒരു രാഷ്ട്രീയ അന്തസ്സുള്ള